വലീദിനെ കിട്ടിക്കഴിഞ്ഞാൽ ഖുറൈശികൾ മൊത്തം കൂട്ടത്തോടെ ഇസ്ലാമിൽ ചേരും എന്നുള്ള പ്രതീക്ഷ മുഹമ്മദിനും അബൂബക്കറിനൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വലീദിനെ ചാക്കിട്ട പിടിക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തിയിരുന്നു. അത് പരാജയപ്പെട്ടു. കാരണം ഈ അബൂജഹലിൻ്റെയും കൂട്ടരുടെയും ഒക്കെ ശ്രമഫലമായിട്ട് അവരുടെ സമ്മർദ്ദം കാരണം വലീദ് ആ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിഞ്ഞു. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ആണ് ഈ കലിപ്പ് അടക്കിയിട്ടടങ്ങാതെ ഈ തെറി മുഴുവൻ വലീദിനെതിരായിട്ട് പറയുന്നത്. ആ മുഖം ചുളിച്ചു ആ വാക്യങ്ങളിൽ ഈ പറഞ്ഞ കഥയുമായിട്ട് നല്ല യോജിപ്പ് നമുക്ക് തോന്നും. അവൻ ചിന്തിച്ചു, ഒന്ന് കണക്കാക്കുകയും ചെയ്തു. അതിനാൽ അവൻ കൊല്ലപ്പെടട്ടെ. എങ്ങനെയാണ് അവൻ കണക്കാക്കിയത്? പിന്നെയും അവൻ കൊല്ലപ്പെടട്ടെ. എങ്ങനെയാണ് അവൻ കണക്കാക്കിയത്? പിന്നീട് അവൻ ഒന്ന് നോക്കി, പിന്നെ അവൻ മുഖം ചുളിച്ചു, പിന്നെ അവൻ ഇറുകി ചുളുങ്ങി, പിന്നെ അവൻ പിന്നോട്ട് മാറുകയും അഹംഭാവം നടിക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഇത് പ്രമാണിച്ച് പറയപ്പെടുന്ന സിഹിറല്ലാതെ മറ്റൊന്നുമല്ല, ഇത് മനുഷ്യൻ്റെ വാക്കല്ലാതെ മറ്റൊന്നുമല്ല. വഴിയെ ഞാൻ അവനെ സക്കറിലിട്ട് എരിക്കുന്നതാണ്. സക്കർ എന്നാൽ എന്താണെന്ന് നിനക്ക് എന്തറിയാം? അപ്പോൾ വലീദ് വന്ന് ഖുറാനൊക്കെ കേട്ടിട്ട് ഏകദേശം വിശ്വസിക്കാൻ തയ്യാറായി. പക്ഷേ പിന്നീട് മുഖം തിരിച്ചു, മുഖം കൂട്ടി, മുഖം ചുളിച്ചു, അഹംഭാവം നടിച്ചു. എന്നിട്ട് അവനിത് മാരണമാണെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ ചീത്ത വിളിക്കുന്നത്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെ പ്രവാചകന് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകുന്ന ഈ ദേഷ്യവും വികാരങ്ങളും അനുസരിച്ച് അദ്ദേഹം പുറപ്പെടുവിക്കുന്ന വാക്യങ്ങളാണോ, അതോ പ്രപഞ്ചം ഉണ്ടാക്കുന്നതിന് മുമ്പ് അങ്ങ് ലൗഹി മഹ്ഫൂദിൽ പ്രപഞ്ച സൃഷ്ടാവായ പടച്ചോൻ തയ്യാറാക്കി വെച്ച വാക്യങ്ങളാണോ? അങ്ങനെ തയ്യാറാക്കി വെച്ച വാക്യങ്ങളാണെങ്കിൽ ഈ വലീദ് ബിൻ മുഗീറ അങ്ങനെ മുഖം ചുളിക്കുന്നു, കോട്ടൊന്നും പിന്തിരിഞ്ഞു പോകുന്നൊക്കെ മുൻകൂട്ടി പറഞ്ഞിട്ട് ഇവിടെ അന്നേരം വലീദ് ബിൻ മുഗീറനെ ഈ തെറി വിളിക്കാൻ വേണ്ടിയിട്ട് ആയത്തുണ്ടാക്കി വെക്കേണ്ട വല്ല കാര്യമോ ദൈവത്തിനുണ്ടോ? ദൈവത്തിന് ഇയാളുടെ മനസ്സിലേക്ക് ലേശം ഈമാൻ ഇട്ട് കൊടുത്താൽ പോരെ. അല്ല, ഏതായാലും ഇങ്ങനെ ചാഞ്ഞതിൻ്റെ അടുത്തേക്ക് എത്തിയാണ്. അടുത്തേക്ക് എത്തിയ സ്ഥിതിക്ക് പിന്നെ അയാളെ അവിടെ പിടിച്ചു നിർത്താൻ വല്ല ബുദ്ധിമുട്ട് ഈ സർവ്വശക്തനായ ദൈവത്തിനുണ്ടോ? പിന്നെ അയാളെ പുലഭ്യം പറയേണ്ട വല്ല കാര്യമുണ്ടോ? എന്ന് മാത്രമല്ല, ഈ ഖുർആനിൽ ഈ പ്രമാണിമാരായിട്ടുള്ള ആളുകളെല്ലാം പ്രവാചകന്മാർക്കെതിരെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനായിട്ട് നിയോഗിച്ച് പടച്ചു വിടുന്നത് ഞാനാണ് എന്ന് ഈ അള്ളാഹു ഖുർആനിൽ പല സ്ഥലത്തും പറയുന്നുണ്ട്. അപ്പോൾ വലീദ് ബിൻ മുഗീറയെയും അബൂ ലഹബിനെയും ഒക്കെ മുഹമ്മദിനെതിരെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞയച്ചത് ഞാൻ തന്നെയാണ് എന്ന് ഈ ഖുർആനിൽ പറയുന്നുണ്ട്. ആ ഞാൻ തന്നെയാണെന്ന് പറയുന്ന അള്ളാഹു അവരെ തന്തക്ക് വിളിക്കുകയും തെറി വിളിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു നിലവാരം? ഇതൊക്കെ ഒരു ദൈവം ഇറക്കി തന്ന ഒരു വേദഗ്രന്ഥമാണ് എന്ന് പറയുമ്പോൾ ഈ ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ പോരെ? ഇന്നത്തെ ഈ 21-ാം നൂറ്റാണ്ടിലെ ആളുകൾ ചിന്തിക്കുന്നില്ല. പക്ഷെ അന്നത്തെ ഖുറൈശികൾ, അന്നത്തെ മുശ്രിക്കുകളായ മക്കക്കാർക്ക് ഇതൊക്കെ ചിന്തിച്ചിട്ട് മനസ്സിലായി. കാരണം അവർക്ക് മനസ്സിലായി ഇതെല്ലാം വെറും ഉഡായിപ്പാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് അവരിതിൽ നിന്ന് പിന്തിരിഞ്ഞു പോയത്. പക്ഷേ 1400 കൊല്ലം കഴിഞ്ഞിട്ട് ഇന്ന് ഈ ശാസ്ത്രയുഗത്തിൽ ജീവിക്കുന്ന നമുക്ക് ഇതൊക്കെ വായിച്ചിട്ട് ഇത് ഉഡായിപ്പാണെന്ന് ബോധ്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ മസ്തിഷ്കം എത്രമാത്രം ഈ അന്ധവിശ്വാസത്തിന് അടിമപ്പെട്ടു പോയിരിക്കുന്നു എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. സക്കറിലിട്ട് എരിക്കുന്നതാണ്. എന്താണ് സക്കർ എന്ന് നിനക്ക് അറിയാമോ? അത് ഒന്നിനെയും ബാക്കിയാക്കുകയില്ല, വിട്ടുകളയുകയില്ല, തൊലിയെ എരിച്ച് മാറ്റം വരുത്തി കളയുന്നതാവും. അതിൻ്റെ മേൽ 19 പേരുണ്ട്. ഇവിടെ നരകത്തിലെ തീയിനെക്കുറിച്ച് പറഞ്ഞ് പേടിപ്പിക്കുകയാണ് വലീദ് ബിൻ മുഗീറയെയും ഖുറൈശികളെയും. എന്നിട്ട് ആ നരകത്തിൻ്റെ പോരിശ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പറയാണ് 19 ആൾക്കാരവിടെ കാവലുണ്ട്. ഈ